സാർ, ഓ സാറ് പറഞ്ഞത് സത്യം തന്നെയാണോ? എനിക്കൊരു ആർജയാൻ കഴിയുമോ? ആഹാ, തീർച്ചയായും. ആ, ആ, പക്ഷെ സോർദാറെ, അത് ഈ ജന്മമാവണമെന്നില്ല. പക്ഷെ കുറച്ചു മുമ്പല്ലേ സാറിന്റെ ശബ്ദത്തെ പുകഴ്ത്തി പറഞ്ഞത്? ആഹാ, ആഹാ. ആ സമയത്ത് നമ്മൾ ലൈവ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് ഇവന്റെ ശബ്ദം നന്നായിരുന്നു, ഇപ്പൊ ചീത്തയെന്നാണോ പറഞ്ഞു വരുന്നത്? സത്യത്തിൽ സോർദാർ സംസാരിക്കുമ്പോൾ തോന്നുന്നത് ആരോ കഴുത്തിൽ ജക്ക് പിടിച്ചിരിക്കുകയാണെന്നാണ്. സർ, എനിക്ക് ആർജയാവാൻ ആഗ്രഹമുണ്ട്. എല്ലാം ആകാൻ സാധിക്കണമെന്നില്ലല്ലോ. മാത്രമല്ല സോർദാർ സ്ലോ ആണ്. ചിലപ്പോൾ സോർദാർ പറഞ്ഞു തീരും മുമ്പ് ഷോയുടെ സമയം തന്നെ കഴിഞ്ഞു പോയേക്കാം. കണ്ടിച്ചോരയില്ലേ, സോർദാർ നിങ്ങളുടെ ഫാനാണ്. അവന്റെ ആഗ്രഹം ആർജയാവാനാണ്. അങ്ങനെയുള്ള ഒരാളെ കളിയാക്കിയാണോ? അയ്യോ അല്ലല്ല, ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. വേണമെങ്കിൽ ഇയാൾക്ക് DJ ആവാം, അതിൽ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഒരു RJ ആവാൻ ഒരിക്കലും സാധിക്കുകയില്ല. പിന്നെ എന്നെ പോലെ ആവാനാണെങ്കിൽ അത് 100 വർഷം എടുത്താലും സാധിക്കുന്ന കാര്യമല്ല. മുകേഷേ, തന്നെ പോലുള്ള ആൾക്കാരാണ് ആർജകൾക്ക് മാനക്കേട് ഉണ്ടാക്കി വെക്കുന്നത്. കണ്ടസ്റ്റൻസിനെ അകത്തേക്ക് വിളിക്കൂ. ഫ്രണ്ട്സ്, ഇന്നത്തെ ഷോയിലെ ടോപ്പിക്കാണ് ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് പാവനമാണ്. നോ സോറി, നോ താങ്ക് യു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളറാണ് കായംകുളത്ത് നിന്നും കിരൺ. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? അടിപൊളി, അടിപൊളിയായിട്ടുണ്ട്. ആഹാ, എന്തൊരു അവതരണമായിരുന്നു. ആഹാ, എന്താ സ്റ്റൈല്, എന്താ ഒരു ശബ്ദം. നോ സർ, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. എനിക്ക് എന്തുകൊണ്ടാ മനസ്സിലാവാത്തേന്ന്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് എന്തുകൊണ്ടാ ഇതൊന്നും മനസ്സിലാവാത്തേന്ന്. പറഞ്ഞത് മനസ്സിലായോ? മീനിങ് റിജക്ട്. എന്റെ ഭാഗത്ത് നിന്ന് റിജക്ട്. ഇവർ രണ്ടുപേരും അവരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ബാക്കി എന്തായാലും ഞാൻ പറയാം. നീ എന്തിനാ സംസാരത്തിനിടയിൽ ഡാൻസ് കളിച്ചത്? ഇങ്ങനെ ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ മൈക്രോഫോണിന്റെ അടുത്ത് നിന്നും ദൂരത്തേക്ക് മാറിപ്പോകില്ലേ? മാത്രമല്ല, ഇങ്ങനെ വിക്കി വിക്കി പറയുകയാണെങ്കിൽ ഉള്ള സമയം മുഴുവൻ നിനക്ക് മാത്രം പറയാനേ സമയം കാണൂ. അല്ല, ഇത് ഞാൻ വിക്കിയല്ല പറഞ്ഞത്, ഇതെന്റെ സ്റ്റൈലാണ്. എന്റെ സ്റ്റൈലിനെ കുറിച്ച് മനസ്സിലാക്കാത്തവരുടെ കൂടെ എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഇല്ല. Now go. നിന്നെ ഞാൻ ഇവിടുന്ന് ഗെറ്റ് ഔട്ട് അടിക്കുന്നു. ഹലോ, എന്തായാലും സുഖനല്ലേ? ആഹാ, അടിപൊളി. മിസ് പിങ്കി, ഓഡിഷൻ അതിന് സ്റ്റാർട്ട് ചെയ്ത് പോലും ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ അടിച്ചു പൊളിക്കുന്നത്? എന്തായാലും ഒരു ഫൺ സ്റ്റാർട്ട് അങ്ങ് തുടങ്ങിയേക്കാം. ഗുഡ് മോർണിംഗ് കോച്ചി. എല്ലാവർക്കും തോത്തോറാമിന്റെ സല്യൂട്ട്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി സോങ് ഞാൻ വെച്ച് തരാം. അതൊരു റൊമാൻറ്റിക് സോങ് ആയിരിക്കും. പാട്ട് കേട്ട് എല്ലാരും നന്നായിട്ട് അടിച്ചു പൊളിക്ക്. എങ്ങനെയുണ്ട്? സോ ഫണ്ണി, സോ ഹാൻഡ്സം. അടിപൊളി, അടിപൊളി. എന്റെ അമ്മാവൻ എന്താണ് സംഭവിച്ചത്? നീ പേടിക്കാതിരിക്കെ, മരുന്നുണ്ടല്ലോ. അമ്മാവൻ ഈ മരുന്നിന്റെ ആവശ്യമില്ല. അങ്ങേർക്ക് ഒരു കുഴപ്പമില്ലല്ലോ. നിനക്കെന്താ ഡോക്ടർ ബാലുവിനേക്കാളും ബുദ്ധിയുണ്ടോ? കൂടുതലാണോ കുറവാണെന്ന് എന്തിനാ ചോദിക്കുന്നേ? അതുണ്ടെങ്കിൽ ചോദിച്ചാ പോരെ. എനിക്കാണെങ്കിൽ തലക്കകത്ത് ഒന്നും തന്നെ ഇല്ലല്ലോ. പിന്നെ എന്തിനാ ചിന്തിക്കാൻ നിക്കുന്നേ? മേഡം അമ്മാവന് വേണ്ടിയല്ലേ മരുന്ന് അയച്ചേ. അപ്പൊ അമ്മാവന് ഇത് ആവശ്യമുണ്ട്. ഓ, എന്താ പറയുന്നത് അമ്മാവൻ? ഇതുവരെ മരുന്ന് അവിടെ കിട്ടിയില്ലെന്നോ? ഇല്ല മോളെ, ഞാൻ ഈ വാതുക്കൾ തന്നെ നിൽപ്പുണ്ട്. അമ്മാവന് വേണ്ടി ഞങ്ങൾ ചിലത് കൊണ്ടുവന്നിട്ടുണ്ട്. ആരാ ഇത്? നിങ്ങളോ? നിങ്ങളെ കാണണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. ദാ നിങ്ങൾ വന്നു. അല്ല, എന്താ ഇത്? സത്യത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ ഒരു പ്രത്യേകതരം സന്തോഷം തോന്നാറുണ്ട്. മരുന്നോ? എന്തിനാ ഇപ്പൊ ഈ മരുന്നൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്? എനിക്കിപ്പോ ഇതിന്റെ ഒരാവശ്യവുമില്ല. ഞാനിപ്പോ പൂർണ്ണ ആരോഗ്യവാനാണ്. കേട്ടില്ലേ? ഞാനിത് നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്. അമ്മാവനൊരു കുഴപ്പമില്ല. ഈ മരുന്ന് വേറെ ഏതോ അമ്മാവന് വേണ്ടിട്ടുള്ളതാ. അമ്മാവന് മരുന്ന് കഴിക്കാൻ പേടിയാ, അതുകൊണ്ടാ വേണ്ടാന്ന് പറയുന്നേ. അതുകൊണ്ടാ മേഡം ക്ലിനിക്ക് വെച്ച് പറഞ്ഞത് ഒരു ഡോസ് ഇപ്പൊ തന്നെ കൊടുക്കണമെന്ന്. സംശയമുണ്ടോ? ഇല്ല, ഞാൻ ഈ മരുന്ന് ഒരു കാരണവശാലും കഴിക്കില്ല. എനിക്ക് ഈ മരുന്നിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. അമ്മാവ, ഈ മരുന്ന് കഴിച്ചോളൂ. അങ്ങയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളിത് പറയുന്നത്. അതെ അമ്മാവാ. ആണോ? ഞാൻ അങ്ങക്ക് മരുന്നെടുത്ത് തരാം. കഴിച്ചോളൂ. ഇല്ല, ഞാൻ കഴിക്കില്ല. ഇവിടെ വന്ന ഒരു പാർട്ടിസിപ്പന്റ് പോലും RJ ആവാൻ യോഗ്യനേ അല്ല.
ഹലോ മാം. ഹലോ സാർ. ശരി, നിങ്ങൾ തുടങ്ങിക്കോളൂ. സിറ്റിയിലെ നമ്പർ 1 റേഡിയോയിൽ നമ്പർ 1 ഷോയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ജോർദാർ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പൊ മുത്തശ്ശനുമുണ്ട്, മുത്തശ്ശിയുമുണ്ട്, കുടുംബാംഗങ്ങൾ എല്ലാരും ഉണ്ടാകും. എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ എല്ലാവരും ചായയും പക്കോടയും വെച്ചോണ്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സോങ് ഞാൻ വെച്ചുതരാൻ പോവാ. മഴയേ തൂ മഴയേ. നിങ്ങളുടെ മനസ്സിലുള്ളത് മാനത്തിൽ മഴയായി പൊഴിയുകയാണ്. സർ, ദിസ് വാസ് മാമാ മിയ, മാമാ മിയ. ഇയാളെ അഭിനന്ദിക്കാൻ എന്റെ ചുണ്ടുകൾ തുടിക്കുകയാണ്, പക്ഷെ എന്റെ വായിൽ നിന്നും ഒരു വാക്ക് പോലും പുറത്തേക്ക് വരുന്നില്ല. താങ്കൾ എന്റെ ഡയലോഗ് കട്ടെടുത്തു അല്ലേ? കുഴപ്പമില്ല, കൂടുതൽ ഡയലോഗ് ഒന്നും വായിന്ന് വരുന്നില്ലല്ലോ. ഡാർല, നിനക്ക് പറയാനുള്ള അഭിപ്രായം തുറന്നു പറയൂ. സോർദാറിന്റെ പെർഫോമൻസ് തനിക്ക് ഇഷ്ടപ്പെട്ടോ അതോ ഇല്ലയോ? അതെ, അതൊരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ജോർദാർ അടിച്ചു പൊളിക്കുകയല്ലേ ചെയ്തത്, പക്ഷെ ആ സ്വരമാധുര്യത്തിൽ ഞാൻ വീണു പോകുകയാണ് ചെയ്തത്. വാട്ട് എ വോയിസ്! ജോർദാറിന്റെ ശബ്ദത്തിന് ദൃഢതയുണ്ട്. എനിക്ക് പറയാൻ വാക്കുകളില്ല. മാമാ മിയ, ഞങ്ങൾ എന്തായാലും ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നൗ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം സീക്രട്ട് ജഡ്ജ് എന്താണ് പറയുന്നത് അറിയില്ലല്ലോ. മാമാ മിയ, സോർദാർ, നിങ്ങളെ ഞങ്ങൾ RJ വിന്നറായി സെലക്ട് ചെയ്തിരിക്കുകയാണ്. Congratulations, മാമാ മിയ. ഞാൻ ആർജയായി കഴിഞ്ഞു. മാഡം എന്താ ഡോക്ടറെ അടുത്തേക്ക് വന്നേ? ഡോക്ടർ ബാലു, ഈ മരുന്ന് കഴിച്ചാൽ എന്റെ അമ്മാവന്റെ അസുഖം കുറയും അല്ലേ? എനിക്ക് എന്റെ അമ്മാവനെ കുറിച്ച് ആലോചിച്ചിട്ട് പേടിയാകുന്നു. എന്റെ മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ രോഗം മാറും. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോകും. ഉണർന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷുമായിരിക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ മാഡം, എന്റെ അടുത്ത് ദിവസവും എത്ര രോഗികൾ വരുന്നുണ്ടെന്നാ. ഓഹോ ഇവിടെ വരൂ. ഓഹോ, ഇവിടെയെന്ന് വെച്ചാൽ എവിടെയാണ്? ഞാൻ ഈ ടേബിളിന്റെ മുകളിൽ കയറി നിൽക്കണോ? അയ്യോ വേണ്ട, അതിടയ്ക്ക് വായിൽ നിന്ന് വരുന്നതാ. അവിടെ ഇരിക്ക്, എന്നിട്ട് ഈ മരുന്നുകൾ വാങ്ങിക്ക്. ഇത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണത്തിന് മുമ്പ് കൊടുക്കണം. പിന്നെ ഈ സിറപ്പ് ഭക്ഷണത്തിന് ശേഷം. ഓക്കെ ഓക്കെ, ഞാൻ ഈ മരുന്ന് അമ്മാവന് എത്തിച്ചോളാം. കുട്ടികളെ, ഞാൻ പറയുന്ന കേക്ക്. ഈ മരുന്ന് അമ്മാവന് വേണ്ടിയിട്ടുള്ളതാണ്. മാത്രമല്ല ഇത് വളരെ ഇമ്പോർട്ടന്റുമാണ്. വേഗം ഇത് അമ്മാവന് കൊടുത്തിട്ട് വരൂ. ഞാൻ ഇപ്പൊ തന്നെ ഓഫീസിൽ പോകാൻ വൈകി. ഞാൻ പോകുക. ഒരു ഡോസ് മരുന്ന് നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അമ്മാവന് കൊടുത്തേക്കും. ഇവിടെ വരൂ. ഇവിടെ വരണോ അതോ അമ്മാവന്റെ അടുത്തേക്ക് പോണോ? ഇപ്പൊ ഇവിടെ വരൂ, എന്നിട്ട് കേക്കൂ, പിന്നീട് പോകൂ, എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കൂ അമ്മാവനെ. അങ്ങെന്തിനാണ് അമ്മാവന്ന് വിളിക്കുന്നത്? അമ്മാവനെ അമ്മാവ എന്നല്ലാതെ കൊച്ചാന്ന് വിളിക്കുമോ? അമ്മാവൻ അമ്മാവനാണ്. അതിപ്പോ നിന്റെ ആയാലും എന്റെ ആയാലും ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഗുളിക അമ്മാവനുള്ളതാണ്. ഇനി നീ എന്നെ കൺഫ്യൂഷൻ ആക്കരുത്. സംസാരം കൊണ്ടുള്ള ഡാൻസ് നിർത്തു. സ്കൂൾ കുട്ടിയെ പോലെ ഞാൻ പറയുന്നത് അനുസരിക്കൂ. ഈ ഗുളിക ഭക്ഷണത്തിന് മുമ്പാണ് അമ്മാവന് കൊടുക്കേണ്ടത്. പിന്നെ ഈ സിറപ്പ് ഭക്ഷണത്തിന് ശേഷം 1 ടീസ്പൂൺ വീതം കൊടുക്കണം. ഇനി പോകൂ, എന്നിട്ട് വേഗം അമ്മാവന് ഈ മരുന്ന് കൊടുത്തിട്ട് വരൂ. പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ സിറപ്പ് കഴിക്കുമ്പോ സ്പൂൺ വിഴുങ്ങിക്കഴിഞ്ഞാൽ അത് തൊണ്ടേ കൊടുങ്ങില്ലേ? ഉപദേശിച്ചാലും നന്നാവാത്ത മണ്ട. നിന്റെ തലയിൽ എന്താ ഗുണ്ട കളി? എന്നോട് വേണ്ട. നിന്റെ തല കണ്ടാൽ ബോണ്ട. സ്പൂണല്ല, ഈ സിറപ്പാണ് കഴിക്കുന്നത്. മനസ്സിലായോ? ഇല്ല. എനിക്ക് തോന്നി നിനക്ക് മനസ്സിലാവില്ല. നിനക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അല്ലല്ല, മനസ്സിലായി. അല്ല അത് ശരി, എന്നാൽ ഈ മരുന്ന് ഞങ്ങൾ അമ്മാവന് കൊടുത്തിട്ട് വരാം. താങ്ക് യു ഡോക്ടർ ബാലു. പോട്ടെ, ഞങ്ങളുടെ വീട്ടിലെ വെള്ളം കൂടിയാ വലിച്ചെടുത്തോണ്ടിരിക്കുന്നത്. അണി, വെറുതെ മണ്ടത്തരം പറയുന്നത് മിണ്ടാതിരിക്കേ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. സംഭവിച്ചല്ലോ. ഞാൻ ദാ വെള്ളം നിർത്താൻ പോവാണ്. എടാ ഹണി, ഒന്ന് നിക്കടാ. അടവുകളെല്ലാം കയ്യിൽ തന്നെ ഇരിക്കട്ടെ. വെള്ളം നിർത്തുന്നത് ഞാനൊന്ന് കാണട്ടെ. അടി കൈ. അല്ലല്ല, കൈ പിന്നെ അടിക്കാം. ആദ്യം ഹണിയെ തടയണം. അയ്യോ, അവനെ തടയ്. കുളിക്കേണ്ടത് വണ്ണിക്കാണ്. എന്നിട്ട് നിങ്ങൾ എന്നെ ഈ ഫൗണ്ടനിലിട്ട് കുളിപ്പിക്കുകയാണോ? മര്യാദക്ക് വിടന്നെ. അയ്യോ, കണ്ണ് നീറി തുടങ്ങി. ആരെങ്കിലും മോട്ടർ ഓണാക്ക്.
ഹണി ഒന്ന് വെള്ളം തുറന്നു വിടറാ. എന്റെ കൊച്ചലേന്റെ കണ്ണവിടെ എരിഞ്ഞോണ്ടിരിക്കുകയാണ്. എന്നെ ഇവിടെ എനിക്ക് പൈപ്പ് വേഗം ഓഫ് ചെയ്യണം. അതിന് ഞങ്ങളുടെ പൈപ്പ് കണക്ഷൻ വേറെയാണ് ഹണി. അപ്പോഴത്തെ ഫ്രീക്കന്മാര് പറയും യോ യോ ആരെങ്കിലും ഈ ഹണി ഒന്ന് മോഹനാ അത് താഴേക്ക് കൊണ്ടുപോവാ. ഇത്രയും ബോളിൽ ഞാൻ എങ്ങനെയാ വന്നത്? അയ്യോ ഓടിക്കോ. അയ്യോ രക്ഷിക്കണേ. എടാ അമ്മാവന്റെ മരുന്നാ. അതിന്റെ പുറകെ ഓട്. അത് അങ്ങോട്ടാ പോയത്. അങ്ങോട്ട് ഐഡിയ. കാളിച്ചേട്ടാ ഐ എം കമ്മിങ്. ഇത് മുതലാണോ വയറാണോ? നീ എന്താ ഞാൻ കുതിരയാണെന്ന് വിചാരിച്ച് സവാരി ചെയ്യുകയാണോ? ഞാൻ കാളക്കുട്ടനാണ്. അപ്പൊ നാട്ടുകാരെന്തിനാ നിങ്ങൾ കുതിരയായിട്ട് കണക്കാക്കുന്നത്? നാട്ടുകാരല്ല കണക്കാക്കുന്നത് നീയാ. എന്റെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാൻ പൂച്ചയാണ്, പക്ഷെ എല്ലാരും എന്നെ കഴുതെന്നാ വിളിക്കാറ്. പിന്നെ തുടങ്ങി എനിക്കും തോന്നി തുടങ്ങി ഞാനൊരു കഴുതയാണെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാം ഞാൻ കാളയാണെന്ന്. അതിപ്പോ ഞാൻ നിന്നെയും അറിയിച്ചു തരാം. കഞ്ഞി കിട്ടിയല്ലോ. വാ നമുക്ക് അങ്ങോട്ട് പോവാം. ഹണിയെ രക്ഷിക്കണം. എന്റെ അമ്മച്ചേ. അമ്മാവന്റെ മരുന്ന് സഞ്ചി എന്റെ അമ്മച്ചി. ജോർദാറെ കൈ മുമ്പോട്ട് പിടിക്ക്. പുലി മുരുകൻ. എനിക്കിതിന്റെ മോളിൽ കയറണം. എന്റെ വെറുതെ വിട്ടേക്ക്. മോളെ ഇങ്ങോട്ടാരും വന്നില്ലല്ലോ. ആരുടെ കയ്യിലാ കൊടുത്തു വിട്ടത്? ഹണിയും ബണിയും സോർദാറും പോപ്പട്ടുമുണ്ട്. ഓ ഹണിയും ബണിയും സോർദാറും പോപ്പട്ടും അല്ലേ? എല്ലാരെയും ഞാൻ കണ്ടു. അമ്മാവ അവിടെ നിൽക്ക്. അമ്മാവനെ മരുന്ന് കഴിപ്പിക്കാൻ പുറകെ ഓടി ഓടി ഇനിയിപ്പോ നമുക്ക് മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് തോന്നുന്നേ. വായടക്ക് വേഗം അതൊന്ന് പിടിക്ക മക്കളെ കഴിക്ക. ആ മരുന്ന് എനിക്ക് വേണ്ട. ആഹാ അതാ എന്റെ ഫൗണ്ടൻ വന്നു. അടികൈ. ആഹാ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാ. എന്റെ അമ്മോ സോപ്പ് എവിടെ പോയി? ബണ്ണി എന്ത് പറ്റി നിനക്ക്? കൊച്ചലേ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്റെ അമ്മേ സോപ്പ് തിരയുടെ സമയത്ത് ചെന്ന് തല വാതിലിടിച്ചു. ഇത്രയും ചെറിയ ബാത്റൂമിൽ നിനക്ക് സോപ്പ് എവിടാന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കണ്ണില് മുഴുവനും സോപ്പാടാ. കഴുതേ നിന്റെ കണ്ണിൽ തന്നെ സോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലേ പിന്നെ അത് അന്വേഷിച്ചുകൊണ്ട് കാര്യം എന്താ ഉള്ളേ? കണ്ണില് സോപ്പിന്റെ പതയാണുള്ളത്. സോപ്പ് എവിടെ പോയെന്ന് അന്വേഷിച്ചേ. എന്നാ പിന്നെ ഷവർ ഓൺ ചെയ്ത് വെള്ളം കൊണ്ട് കണ്ണ് കഴുകിയിട്ട് നോക്കേ. അടിച്ചു പൊളിച്ചു തിമിർത്തു. മണി ഈയിടെയായി ഹണി നിന്നേക്കാളും ഇന്റലിജന്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. സംശയമുണ്ടോ? ഇന്റലിജന്റ്. പൈപ്പ് എവിടെ? ആ കിട്ടിപ്പോയി. എന്ത് പറ്റി? വെള്ളം വരുന്നില്ല. ഹണി വാൾ അടഞ്ഞിരിക്കുക. ചെന്ന് നോക്കിയിട്ട് വാ.
എടാ നീ എന്തുവാ ചെയ്യുന്നേ? വെള്ളത്തിന് പകരം ഞാനായിരിക്കും നിൽക്കുന്നത്. സംശയമുണ്ടോ? അയ്യോ എന്റെ ഫൗണ്ടൻ നിർത്തി കളഞ്ഞല്ലോ. ഹണി വേണ്ട പറഞ്ഞ കേക്ക്, ഇതുകൊണ്ട് ഒന്നും ആവാൻ പോകുന്നില്ല. ആ വെള്ളം വന്നു, വെള്ളം വന്നേ. കേട്ടില്ലേ? വെള്ളം വന്നില്ലേ? ഇനി ആ പൈപ്പ് തുറക്കേ. വേണ്ട സോർദാറെ പറയുന്ന കേക്ക്, അല്ലെങ്കിൽ ആ വെള്ളം വീണ്ടും നിന്നു പോവും. അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കില്ല. എന്റെ അമ്മച്ചി, വെള്ളം വീണ്ടും നിന്നു, വെള്ളം വരുന്നില്ല, വെള്ളം വീണ്ടും നിന്നു. കേട്ടില്ലേ? ഇവിടെ ഫൗണ്ടൈനിൽ കൂടെ വെള്ളം വരുമ്പോ അവിടെ ഷവറിൽ വെള്ളം വരുന്നത് നിൽക്കാണ്. ഇപ്പൊ എവിടെ നോക്കിയാലും കൊറോണയാണ്. രണ്ട് വീടിന്റെ പൈപ്പ് ലൈൻ ഡിഫറെന്റ് ആണ്. അപ്പൊ പിന്നെ എങ്ങനെ ഇവിടെ വെള്ളം വരുമ്പോ അവിടെ വെള്ളം നിൽക്കുന്നത്? ഞാൻ ഇപ്പൊ തന്നെ ഇവിടുത്തെ ടാപ്പിലെ വെള്ളം നിർത്തും. ഒന്ന് മനസ്സിലാക്കുകയാണ്, ബെസ്റ്റ് ഗാർഡൻ കോമ്പറ്റീഷൻ ആണ്. അതുകൊണ്ടാണ് ഡബിൾ കാശ് കൊടുത്ത് ഫൗണ്ടൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കമ്മിറ്റിക്കാരാണെങ്കിൽ എപ്പോ വേണമെങ്കിലും ഇവിടെ എത്താം. എന്റെ കൊച്ചളീൻ അവിടെ ചോപ്പിന്റെ പത പോയിട്ട് കണ്ണ് എരിഞ്ഞോണ്ടിരിക്കുകയാണ്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒന്ന് മാറി നിൽക്ക് ഹണി. എടാ ഹണി, എന്റെ അത്ര ശക്തിയൊന്നും നിനക്കില്ല. വെള്ളം വന്നു, വീണ്ടും വെള്ളം വന്നു. പെട്ടെന്ന് തന്നെ കുളിച്ചേക്കാം. ഈ ഫൗണ്ടന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ടല്ലോ. അയ്യോ, അകത്ത് പൈപ്പ് പൊട്ടിയെന്നാ തോന്നുന്നത്. അതുകൊണ്ടാ എല്ലായിടത്തുനിന്നും കൂടി വെള്ളം വരുന്നത്. വേഗം അവനെ പിടിച്ച് മാറ്റ്, അല്ലെങ്കിൽ ആ പ്രതിമ തവിട് പൊടിയാവും. ഹണി, നിനക്കത് പറ്റില്ലല്ലോ. കഴുതേ, നീ സൈഡിലായിരുന്നില്ലേ? വണ്ടിയുടെ മുമ്പിൽ എന്തിനാ വന്നേ? അല്ല, ബൈക്കാരൻ തന്നെയല്ലേ നമ്മളോട് പറഞ്ഞത് വഴിന്ന് മാറി നിൽക്കാൻ. അതാ നടുക്കോട്ട് മാറിയത്. എന്റെ അമ്മച്ചി, ദൈവം ബുദ്ധി കൊടുക്കുന്ന സമയത്ത് മിക്കവാറും ഇവന് എലിയെ പിടിക്കാൻ പോയി കാണും. സംശയമുണ്ടോ? നിനക്കൊന്നും പറ്റാഞ്ഞത് നന്നായി. പക്ഷേ എന്റെ അമ്മാവന്റെ മരുന്ന് മരത്തിൽ കയറി കുടുങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഞാൻ എടുത്തോണ്ട് വരാം. നീ എന്തിനാ അവിടെ ഡാൻസ് കളിക്കുന്നേ? ആ മരുന്നിന്റെ സഞ്ചി വേഗം എടുക്കേ. എടാ കഴുതേ, അവനവിടെ കുടുങ്ങി കിടക്കുക. ഈ കൊമ്പ് ഉണങ്ങിയതാണ്. ഇനി മുന്നോട്ട് പോയാ അത് ഒടിഞ്ഞു പോകും. അത് ഒടിഞ്ഞു പോയിക്കോട്ടെ, നീ ചെല്ല്, എന്നിട്ട് സഞ്ചി വേഗം എടുക്കേ. എടാ കഴുതേ, ഞാൻ ഈ ഉണക്ക കൊമ്പി കയറി കഴിഞ്ഞാ എന്റെ കഥ കഴിഞ്ഞു പോയില്ലേ? ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അതെ, ഇതിവിടെ കുടുങ്ങി കിടക്കുക. സംശയമുണ്ടോ? ഇപ്പൊ എന്താ ചെയ്യുക? അമ്മാവന് മരുന്ന് അത്യാവശ്യമാണ്. അവിടെ നിന്നും ആ മരുന്നിനെ എങ്ങനെയെങ്കിലും എടുത്തേ മതിയാകൂ. ഫയർഫോഴ്സ് അവർ തീർച്ചയായും നമ്മളെ സഹായിക്കും.
നിൽക്കൂ നിൽക്കൂ. അവരുടെ പൂച്ച മരത്തിൽ കുടുങ്ങി പോയെന്നാ തോന്നുന്നത്. നിങ്ങളുടെ പൂച്ച മരത്തിൽ കുടുങ്ങിപ്പോയതാണോ? അല്ല അല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. ആ മരത്തിന്റെ മുകളിലുള്ള മരുന്ന് വേഗം എടുത്ത് തരൂ. അല്ല, ഈ മരുന്നെപ്പോഴാ മരത്തിലുണ്ടാകാൻ തുടങ്ങിയത്? എടോ, ഞങ്ങളുടെ മരുന്ന് വെച്ച സഞ്ചി ആ മരക്കൊമ്പിൽ ഉടക്കി കിടക്കുക. സംശയമുണ്ടോ? ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ. ഈ ലൈവ് റേഡിയോയുടെ അമരക്കാരനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള ആർജയാണ് ചന്ദ്രൻ ചക്കുളം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർജയാണ്. അദ്ദേഹത്തെ നീ കണ്ടേ മതിയാകൂ. ജോർദാറെ സൂക്ഷിച്ചു പോ. എന്റെ ഗുരുവേ, ചുക്ലൻ സാറേ. നമസ്കാരം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഇന്ന് നിങ്ങളുടെ കൂട്ടുകാരൻ ചന്ദ്രൻ ചക്കുളം നിങ്ങളുടെ മുമ്പിൽ ഇതാ ലൈവാണ്. ഇന്ന് ഈ പ്രോഗ്രാം റേഡിയോയിലൂടെ കേൾക്കുന്നത് എന്റെ ലക്ഷക്കണക്കിന് ഫാൻസ് ആണ്. ഒരു ദിവസം മഹേഷിന്റെ കാറിന്റെ വിൻഡോ സ്ക്രീൻ പൊട്ടിയത് കണ്ടിട്ട് നരേഷ് ചോദിച്ചു, മഹേഷ് നിന്റെ ഈ കാറിന്റെ വിൻഡോ സ്ക്രീൻ എങ്ങനെയാണ് പൊട്ടിയത്? മഹേഷ് പറഞ്ഞു, ദിനേശ് ഈ പൂ എറിഞ്ഞ് പൊട്ടിച്ചതാണ്. നരേഷ് ചോദിച്ചു, പൂ എറിഞ്ഞപ്പോൾ വിൻഡോ സ്ക്രീൻ പൊട്ടിയെന്നോ? മഹേഷ് പറഞ്ഞു, അല്ല, പൂവിന്റെ കൂടെ ചെടിച്ചട്ടിയും ഉണ്ടായിരുന്നു എന്നാ. എത്ര ഫണ്ണിയാണ് ഞാൻ. താങ്കൾക്ക് എന്റെ ഫൺ ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നുന്നു. അതൊക്കെ പോട്ടെ, താങ്കളുടെ പേര് പറയാമോ? സോർദാർ. സോർദാർ, താങ്കളുടെ ശബ്ദം ഇപ്പോൾ ലോകം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങളെ പോലെ ആകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ സോർദാർ ആർജെ ആകാനാണ് ആഗ്രഹിക്കുന്നത്. സോർദാർ, താങ്കളുടെ ഈ ശബ്ദം വളരെ മനോഹരമാണ്. താങ്കളുടെ ശബ്ദത്തിന്റെ സ്വരമാധുര്യം വളരെ ഗംഭീരമാണ്. നല്ലൊരു റേഡിയോ ജോക്കിയാകാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.